ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബ്രെഡും റവയും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. ആവിയിൽ വേവിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ എണ്ണയില്ലാത്തൊരു പലഹാരം കൂടെയാണ്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോണതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ആദ്യം നമുക്കിതിലേക്കുള്ള ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 6 സ്ലൈസസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ 3 കോഴിമുട്ട ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. 2 ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അത് നമ്മുടെ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. ഞാനിവിടെ 6 വലിയ സ്പൂൺ, അതായത് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇതിന് പകരം ഏലക്കാപ്പൊടി ചേർത്താലും മതി കേട്ടോ. മുട്ടയുടെ മണം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. പൊടിച്ചെടുത്ത ബ്രെഡിലേക്ക് ആ എഗ് മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് റവ കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ബേക്കിംഗ് പൗഡർ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ ഈ ഒരു പലഹാരം ഒന്നുകൂടെ സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ചേർത്തതാണ് കേട്ടോ. ഇത് ചേർക്കാതെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് 1/2 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ലൂസാക്കി എടുക്കുകയാണ് കേട്ടോ. പാലും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പലഹാരം ഉണ്ടാക്കാനുള്ള കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് അതിൻ്റെ മുകളിലൊരു വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലൊഴിച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ആവി കയറ്റി എടുക്കുന്നത്. നമുക്കിത് ഇഡ്ഡലി പാത്രത്തിലോ എങ്ങനെ വേണമെങ്കിലും ആവി കയറ്റി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റീമറിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആവി വരുന്ന സമയത്ത് ഇത് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഏകദേശം ഒരു 15 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആവി കയറ്റുമ്പോഴേക്കും ഇത് നല്ല പോലെ വെന്ത് കിട്ടും. ഏകദേശം ഒരു 2-3 മിനിറ്റ് ആകുമ്പോൾ തുറന്നിട്ട് മുകളിൽ നമുക്ക് നട്ട്സോ ടൂട്ടി ഫ്രൂട്ടി എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനത് മറന്നുകൊണ്ട് ലാസ്റ്റ് മുകളിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ടൂട്ടി ഫ്രൂട്ടിയൊക്കെ നിർബന്ധമൊന്നുമില്ല, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ആ ബാറ്ററിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്